നീ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? നീ വന്നാ ചേടാ, നീ എന്നൊന്ന് സഹായിക്കണം. ഇതെങ്ങനെയും ഒന്ന് തീർത്തരണോ? അത്രേ ഉള്ളൂ. കാണിക്ക്. അയ്യേ, നീ എന്തി കാണിക്കണേ? അല്ല, നാം കടിച്ച് തീർക്കണ്ടേ? എടാ, ഇത് തീർക്കണ കാര്യമില്ല. പിന്നെ എടാ, ഞാനിവിടെ മൊത്തത്തിൽ പെട്ടിരിക്കുക. നിനക്കറിയാലോ, ഞാൻ എന്റെ ജീവിതത്തിൽ ആത്മാർത്ഥ സ്നേഹിച്ചിട്ടുള്ള ഒരു കുട്ടി എന്റെ മഞ്ജുവാണ്. അപ്പൊ ചിഞ്ചുവോ? 2 സോന, 3 ശ്രുതി, 4 വന്ദന, 5 നന്ദന. മതി. തീർന്നോ? ഈ കൈ കറച്ചു, ഇനി ഈ കൈ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇമ്മാതിരി പെണ്ണ് കേസ് പറഞ്ഞ് എന്നെ കൊണ്ട് വിളിക്കരുതെന്ന്. എന്റെ പൊന്നളിയാ, കണ്ണാടെ പെമ്പിളാരെ പോലെയാണ് എന്റെ മഞ്ജു. അവൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ കൊടുക്കണം, ജീവൻ. അയ്യോ, നീ കൊടുക്കണ്ട. നിന്റെ കാര്യം അവളുടെ വീട്ടിലറിയുമ്പോ അവളുടെ അച്ഛനെടുത്തോളൂ നിന്റെ ജീവൻ. എടാ, അന്ന് നീ ശവടക്കാൻ തയ്യാറായിക്കോ. എന്താ എന്റെ കാര്യം അവളുടെ വീട്ടിൽ പിടിച്ച്. ഓ, എന്റെ പ്രാക്കേറ്റു. എന്താണ് പ്രാക്ടിക്കലായിട്ടൊന്ന് പറയൂ. എന്റെ പൊന്നളിയാ, അവളുടെ അച്ഛൻ പറയാ എന്നോട് അച്ഛനായിട്ട് വരാൻ. ഓ, അങ്ങനെ അങ്ങനെയാണ്. നീ നിന്റെ അച്ഛനെ കൂട്ടി പോടാ. അയ്യോ, അത് പറ്റത്തില്ല. പുള്ളി ഫുൾ ടൈം വെള്ളത്തിലല്ലേ. എന്നാ ചൂണ്ടയിട്ട് പിടിച്ചോണ്ട് പോ. പുള്ളി ഫുൾ ടൈം വെള്ളം അടിച്ചു കിടക്കുമല്ലേ. ഓ, അങ്ങനെ. അതിപ്പോ ഞാൻ എന്ത് സഹായം നിനക്ക് ചെയ്യുന്നുണ്ട്? എന്റെ പൊന്നളിയാ, നീ ഒരു കാര്യം ചെയ്യണം. ഈ 11 മണിയാകുമ്പോ അങ്ങേരും ഇങ്ങോട്ട് വരും. നീ എങ്ങനെയെങ്കിലും എനിക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് അപ്പൻ ഒപ്പിച്ചോണ്ട് പോ. ഞാനോ? ഞാൻ ഇങ്ങനെ ഈ സമയം കൊണ്ട് ഒപ്പിച്ചു തരാനാ? എന്റെ പൊന്നുമന, അയാളുടെ ഹോട്ടലല്ലത്. വരുമ്പോ സമയം എടുക്കും. നീ വിചാരിച്ച പറ്റുള്ള തക്കുട് കൂട്ടാ. അങ്ങനെയാണ് ഞാൻ ഒരു ഗതികെട്ട ഒരുത്തനെ നോക്കട്ടെ. അതെന്തിനീ ഗതികെട്ടവൻ? നിന്റെ തന്തയല്ലേ, അതൊക്കെ മതി. നീ ഒരുമാതിരി. എടാ, നീ ടെൻഷൻ അടിക്കില്ല, ഞാൻ പോയി കൊണ്ടുവരാം. പോരെ? ഓക്കേ. നീ ഇവിടെ തന്നെ നിൽക്കുക. അളിയാ, ആ, നല്ലേനെ നോക്കിയെടുത്തോ. പിന്നെ ഇവിടെ നറുക്കിട്ട് വെച്ചേക്കുവാണ്. ബാനർജി, നമുക്കൊരു 10 CR എടുത്ത് ആ നരേന്ദ്ര ഷെട്ടിക്ക് അയച്ചു കൊടുക്കണം. നരച്ച ചട്ടിയല്ല, നരേന്ദ്ര ഷെട്ടി. അങ്ങനെ അയച്ചു കൊടുക്കണം. എനിക്ക് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഇല്ലല്ല, ഞാൻ വൈകും. താൻ ഫോൺ വെച്ചോ. ഓക്കെ 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 ഓക്കെ. എല്ലാം എന്റെ മണ്ടയ്ക്ക് ഈശ്വര. പപ്പാ, ആരാത്? റോഷൻ. എനിക്ക് 2 കുപ്പി വേണം. എന്തോന്ന്? ലോഷൻ കക്കൂസില്ല. അയ്യോ, അതല്ല. ഞാൻ റോഷൻ മഞ്ജുവിന്റെ. അയ്യോ മോനെ, എടാ നീ ആയിരുന്നു ഇത്. പപ്പയ്ക്ക് ആദ്യം കണ്ടപ്പോ മനസ്സിലായില്ല. സോറിടാ, സോറി. പപ്പ, നമ്മൾ ആദ്യമായിട്ടായിരിക്കല്ലോ പപ്പ ഇത്ര അടുത്ത് ഇതുപോലെ സംസാരിക്കുന്നത്. അവസാനമായി. അതെന്താ പപ്പ അങ്ങനൊരു ടോക്ക്? ഇടാ, ഇത് കഴിഞ്ഞ നമ്മള് ബന്ധുക്കളാവാൻ പോയല്ലേ, പിന്നെ ഇങ്ങനെ സംസാരം വരൂ. ഇടാ, എനിക്ക് ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ട്. നിനക്കത് അറിയാമേ? അറിയാം. അതിന്ന് പകുതി റോഷന് ഞാൻ തരും. ശരിക്കും? അയ്യോ, എന്റെ പപ്പയ്ക്ക് എന്നെ എന്തൊരു ഇഷ്ട. അള്ളാഹു പപ്പ. വിശ്വസിച്ച funny. അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. എടാ, ഈ കാണുന്ന ഇതെല്ലാം സ്വത്തെല്ലാം എന്റെ മോളുടെ പേരില്ല. അതിനർത്ഥം കല്യാണത്തിന് ശേഷം അതെല്ലാം ആരുടെ പേരിലാവും? മോന്റെ പേരിലാകും. വേണ്ട പപ്പ, വേണ്ടെന്നേ. എടാ വെച്ചേരേ. അയ്യോ, വേണ്ട പപ്പ, സാരല്ലേ. എടാ വെച്ചേടാ. അയ്യോ, കുഴപ്പമില്ല പപ്പ. വേണ്ടെങ്കിൽ വേണ്ട. പപ്പ, ഫണ്ണി വന്നില്ല. അത് ഫണ്ണിയല്ലായിരുന്നു, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അയ്യോ, അങ്ങനെ അല്ലല്ല, മോന് വേണ്ടെന്ന് പറഞ്ഞ കാര്യം ഞാൻ നിർബന്ധിച്ച് തരില്ല. കൊള്ളാം, ആറ്റോടെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നേരം കുറയായി. എവിടെ ഡാഡി? ഞാനത് നോക്കണം. ചെക്ക് ഒപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഒപ്പിക്കാനാ? അല്ല, ചെക്ക് ഒപ്പിടാൻ പോയിരിക്കുവായിരുന്നു. ഒപ്പിടാൻ? ഡാഡി ബിസിനസ്മാൻ അല്ലേ. എന്നാലേ ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം. അവിടെ എന്താ പപ്പ? അവിടെ ഞാൻ ചെടി നടാൻ വേണ്ടി വെച്ചേക്കണം. എന്റെ പൊന്നെ, ഇങ്ങനെ ഒരു പാവളം തായി. പപ്പ സേഫാ? വെൽക്കം മൈ സൺ. സാധനം ഇവിടെ കേട്ടിട്ടില്ല സൗണ്ട്. അയ്യേ, ഒച്ച വെക്കല. ഞാൻ ഈ നാട് മൊത്തം തപ്പി, മരുന്നിന് പോലും ഒരു തന്തയെ കിട്ടാനില്ല. ഈ നാട് തന്തയില്ലാത്തൊരു നാടാണ്. നിനക്കൊരു കാര്യം ചെയ്യാന്നില്ലേ? നിനക്കപ്പോ നിന്റെ അച്ഛനും കൂടി വരാനില്ലേ? അയ്യോ, അത് പറ്റത്തില്ല. എന്റെ അച്ഛന്റെ കുടി നിർത്താൻ വേണ്ടി ഞാൻ മദ്യലഹരി ക്യാമ്പിൽ കൊണ്ടുവിട്ടേക്കുക. അത് ഇവിടെ സ്ഥലം മാഹി. കൂടി നിർത്താൻ പറ്റിയ സ്ഥലമാണല്ലോ മാഹി. അതുപോലെ ഇത് പൊളി, എനിക്ക് ഉറപ്പായി. നീ ടെൻഷൻ അടിക്കലടാ. നിന്റെ കല്യാണം ഞാൻ മുടക്കിത്തരാം. നടത്തിത്തരാം. പുള്ളി വരുമ്പോ ഞാൻ പുള്ളിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചിരിക്കും. നീ എങ്ങനെ കൺവിൻസ് ചെയ്യാം? അതൊക്കെ ദൈവത്തിനറിയാം. ദൈവം ഉണ്ടല്ലോ നമ്മുടെ കൂടെ. പുള്ളി വരുന്നു. റേഷൻ റോഷൻ. കൺഫ്യൂഷൻ ആയല്ലോ. കുറെ പേര് വിട്ടു വെക്കും. എന്തെങ്കിലും ആവട്ടെ. ശ്രീധരനെ കുറിച്ച് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ആരായത്? ആരാന്ന് പറയും? റോഷന്റെ ഡാഡി. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പുള്ളിക്ക് ഒരു സംശയമില്ല. നമ്മൾ രക്ഷപ്പെട്ടതാ.
അപ്പോഴേ മിസ്റ്റർ, നമുക്ക് പല ബിസിനസ് കാര്യങ്ങളും സംസാരിക്കാനുണ്ട്. മിസ്റ്റർ പേര്? മോനെ കുട്ട, ഈ വന്നേ. അച്ഛന്റെ പേര് പോലും പറയാതാണ്ടാ സ്നേഹിക്കാൻ നടക്കുന്നത്. പോയി പറഞ്ഞു കൊടുക്കടാ. ഇടാ എന്താ റോഷ അത്? അച്ഛന്റെ പേര് പറയണോ നീ സ്നേഹിക്കുന്നത്? പേര് പറയാ അച്ഛന്റെ. അതെ അതെ, എനിക്കിട്ട് വെച്ചല്ലേ. അച്ഛന്റെ പേര് ദേവരാജ പ്രതാപ് ഓർമ്മ. പ്രൗഢഗംഭീരമായ പേര്. മോനെ കുട്ട, നീ വന്നേ. ഒറ്റ സെക്കൻഡ്. ഇത്ര നീളമുള്ള പേരുണ്ടോ നീ പറഞ്ഞു കൊടുക്കുന്നേ? ചുരുക്കി പപ്പൂന്നും എല്ലാം പറ. ഞാൻ ഒരു ആവേശത്തിന് കൈ നിർത്തിട്ടതാ. ഇങ്ങനെ മാറ്റും ഞാൻ എന്ത് ചെയ്യും? നീ വന്ന് അഡ്ജസ്റ്റ്. മിസ്റ്റർ രാജ. നാക്കിന് പറഞ്ഞല്ലേ വർമ്മയെന്ന് വിളിച്ചാ മതി. അതാണല്ലോ നമുക്ക് രണ്ടുപേരേക്കും. അപ്പോൾ മിസ്റ്റർ വർമ്മ, ഈ ബിസിനസ് എങ്ങനെ പോകുന്നു? അതിഗംഭീരമായിട്ട് പോകുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് ജയചന്ദ്ര ബോസ്. മിസ്റ്റർ JCB. കൗണ്ടറില്ലാത്തോണ്ട് ഞാൻ ചുരുക്കിയതാ. എന്തിനാവട്ടെ. ഡാഡി വന്നതിക്ക് നമുക്ക് ആ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചാലോ? വേണ്ട. എന്റെ മരുമകളെ ഞാൻ ഇതുവരെയായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല. എന്റെ മോളെ കണ്ടിട്ടില്ല? ഇല്ല. വർമ്മ എന്റെ മോളെ കണ്ടിട്ടേ ഇല്ല. ഇല്ലെന്നല്ലാണ് പറഞ്ഞത്. വർമ്മ എന്റെ മോളെ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നെ ഉരിച്ച് വെച്ച പോലെ ഇരിക്കും. ദേ ഇങ്ങോട്ട് നോക്കിയേ. എന്റെ ഈ മീശ അങ്ങ് പോയി കഴിഞ്ഞാൽ എന്റെ മോളായി. നിനക്ക് അങ്ങനെ തന്നെ വേണം. നമുക്ക് ഈ കുടുംബം തന്നെ വേണം. അങ്ങനെ. വർമ്മ വരൂ വരൂ ഇരിക്കൂ. ഓക്കേ. ഞാൻ കഴിഞ്ഞ മാസം ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോൾ എന്റെ ഒരു സുഹൃത്ത് കൂടിയ ഒരു മദ്യം എനിക്ക് തന്നു. വർമ്മ എങ്ങനാ അടിക്കൂ? ഇല്ല, കമത്തും. കുടുംബക്കാരാകുമ്പോ രണ്ടെണ്ണം അടിക്കണം വർമ്മ. ഇതങ്ങോട്ട് കാച്ചി. പിന്നെ എന്റെ പെണ്ണിനെ കെട്ടാൻ പോണ ചെക്കൻ ഒരല്പം മദ്യം കഴിക്കുന്നതിൽ എനിക്ക് എതിർപ്പുണ്ട്. നല്ല തീരുമാനം. കുടിക്കരുത്. അതെന്താ വർമ്മ? അത് ആത്മാവിന് കൊടുത്താ. പപ്പ എന്താ പപ്പ ആത്മാക്കൊക്കെ കൊടുക്കുന്നില്ലേ? എന്റെ കാരണം വരെ കുടിച്ചാണ് ഞാത്തത്. അവർക്ക് ആവശ്യമില്ല. ബെസ്റ്റ് ഫാമിലി തുള്ളി കിട്ടില്ലെന്ന് ഉറപ്പായി. വർമ്മ ഒന്നും കൂടെ എടുത്ത് അടിക്കൂ. വേണ്ട, ഞാൻ ഒഴിച്ചോളാം. മുമ്പ് ഒഴിച്ച് കുറഞ്ഞു പോയെന്നേ. മോനെ, മോൻ പച്ചക്കിരിക്കാതെ ഈ പച്ചവെള്ളം എടുത്ത് കുടിക്ക്. മോന്റെ അച്ഛൻ ഭയങ്കര വീശാണല്ലോ. കാറ്റില്ലാത്തപ്പോ. വർമ്മ ആരാടാ ഈ വർമ്മ? എവിടെയാണ് വർമ്മ? വർമ്മ എവിടെ വർമ്മ? എന്ത്? വർമ്മ നിങ്ങളല്ലേ വർമ്മ? ആനാണോ വർമ്മ? ഞാനാ വർമ്മ. മിസ്റ്റർ ടിപ്പർ. ടിപ്പറാ? അല്ല, JCB. ആനാ വർമ്മ എന്നെങ്കിൽ നിങ്ങൾ എന്തിനു ഇത്ര ഉറക്കെ വിളിക്കണം? എന്നെ തോണ്ടി വിളിച്ചാ പോരെ? ഈ വർമ്മയുടെ ചില നേരത്തെ നർമ്മങ്ങളുണ്ടല്ലോ, നമ്മളെ മർമ്മത്താണ്. പന്നി പന്നി പന്നി. ഇടയ്ക്കുണ്ടാവും, കുഴപ്പമില്ല. You know, my daughter is a precious girl and I always look after her. After the marriage, he have to do that. പുള്ളി പിടുത്തമായി കേട്ടോ. ഹിന്ദിയൊക്കെ പറയുന്ന കേട്ടോ. രണ്ട് ഹിന്ദി പറഞ്ഞു തന്നടാ. ഞാനും ഒന്ന് സൈൻ ചെയ്യട്ടാ. അങ്ങനെ പറഞ്ഞ ഹിന്ദിയാണോ ഇംഗ്ലീഷ് അല്ലേ? നീ ഇത് മുടക്കോടെ. വർമ്മേ ഇങ്ങോട്ട് വരൂ. അറിയാളിയാ അളിയനാ? നമ്മളിനി ബന്ധുക്കാരില്ലേ? അപ്പൊ നമ്മൾ അളിയൻ മച്ചും ബന്ധമല്ലടാ. ഇനി ബന്ധുവായ പിന്നെ എന്തും വിളിക്കാമല്ലോ. വർമ്മേ എടോ, എന്റെ മോക്ക് ഞാൻ ലൈഫിൽ ബെസ്റ്റ് എന്നൊരു സാധനം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കല്യാണം കഴിച്ച് പറഞ്ഞ ചെക്കനും അത് തന്നെ ആയിരിക്കണം. ബെസ്റ്റ് ആയിരിക്കണം അവൻ. പുള്ളിയുടെ മാർക്ക് ബെസ്റ്റ് മാത്രമേ കൊടുക്കൂ. അപ്പൊ ഞാനോ? ഇവരും ബെസ്റ്റ്. ഡാഡി അങ്ങനെ വിളിക്കണം. അവിടെ ബഹുമാനല്ലാതെ വിളിച്ചാണ്ടല്ലേ. വർമ്മ, ഞാൻ മോന്റെ ഒരു കാര്യം ചോദിക്കുന്നത് വർമ്മയ്ക്ക് വല്ല വിരോധമുണ്ടോ? എനിക്കൊരു വിരോധമില്ല. മോനെ കുട്ടു, പപ്പ എടാ നിനക്ക് എത്ര വയസ്സായടാ? പപ്പ ഈ ചിങ്ങത്തിൽ 22 തികയും. ഉണ്ടാ, അവന്റെ കൃതാവിനുണ്ട് 30 വയസ്സ്. കള്ളം പറയുന്നതാണ്. വർമ്മ എന്താണ് ഇത്? എനിക്കറിയത്തില്ല. ഏടോ വർമ്മ പണ്ണി പറയുന്നതായിരിക്കും. പണ്ണി പറഞ്ഞതായിരിക്കില്ലേ? എന്തെന്ന് അറിയത്തില്ലോ. എനിക്ക് ഇവിടെ എന്തൊരു വൈബ് സെറ്റ് ആവുന്നില്ല വർമ്മ. ഒരു മൂഡ് ഓഫ് എന്തോ കണക്ക്. അങ്ങനെയാണെങ്കിൽ വർമ്മയുടെ മൂഡ് ഓഫ് ഞാൻ മാറ്റിത്തരും. എങ്ങനെ മാറ്റും? വർമ്മയല്ലോ ഇത്. JCB ഞാൻ മാറ്റിത്തരും. വർമ്മ കൊറേ കുടിച്ച്. Play the music.
ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ ആലയത്തിലുണർന്നു മതാലസയായി പ്രേമം പൂക്കും മുകിലിന്റെ ഉറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരും മോഹിനി ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ ആലയത്തിലുണർന്നു മതാലസയായി ഇന്നി പ്രേമം പൂക്കും മുകിലിന്റെ എന്തുകൊണ്ട് അയ്യോ വർമ്മ, ഞാൻ പഴയകാല സ്മരണകളിലേക്ക് അങ്ങ് പോയത്. എടോ, എന്തായാലും ഞാൻ ഒന്ന് ഭയങ്കര ഹാപ്പിയാ. മോനെ, എടാ നീ വളരെ ലക്കിയാടാ. ഇതുപോലെ ഡാഡിനെ കിട്ടിയില്ലേ? എന്റെ വർമ്മയ്ക്ക് ഞാനൊരു ചുംബനം തരും. ഡാഡി അങ്ങനെയാണെങ്കിൽ എന്റെ JCBക്ക് ഞാൻ ഒരു ചുടു ചുംബനം തരും. എടാ ഒന്നാലേ നമുക്ക് ഈ ബന്ധം അങ്ങ് ഊട്ടി ഉറപ്പിച്ചാലോ? വേണ്ട, എന്താ വർമ്മ കരയുന്നേ? ഇത്രയും പാവം മനുഷ്യനാണോടാ നീ പറ്റിക്കാൻ നടക്കുന്നത്? പറ്റിക്കാനാ? JCBക്ക് ഒരു കാര്യം അറിയോ? പറ. ഞാൻ ഇവന്റെ ഡാഡി അല്ല. അല്ലേ? പപ്പ, ഇടയ്ക്ക് ഞാൻ പപ്പാന്ന് വിളിക്കാം. പപ്പയുടെ കപ്പ. ഞാൻ ഇവന്റെ പപ്പയുമല്ല. അതല്ലേ? ബഹുമാനം കൂടുമ്പോ അച്ഛാന്ന് വിളിക്കും. അച്ഛന്റെ അച്ഛപ്പൻ പോടാ അവിടുന്ന്. വർമ്മ ശവർമ്മ എന്നല്ല എന്റെ പേര്. എന്റെ പേര് ആക്രി സുബീഷ്. താങ്കൾക്കറിയോ, താങ്കളുടെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി എന്നെ അച്ഛന്റെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നാണ് ഈ കപാലി. കാപാലികൾ. വർമ്മ ഒരു കാര്യം ചെയ്യൂ, ഒരു 2 പിറകോട്ട് നിൽക്കൂ. റോഷൻ, ഞാൻ ഈ കേട്ടത് ശരിയാണോ? പന്നി പപ്പ. പന്നി. മിസ്റ്റർ JCB, നീ എന്റെ മകനെ തല്ലിയല്ലേ? മിസ്റ്റർ വർമ്മ, 2 മുമ്പോട്ട് നിൽക്കൂ. എന്താ ബ്ലേഡി 2 മിപ്പറങ്ങണം എന്റെ റെസ്റ്റോറന്റ്. എന്റെ മോളുടെ ജീവൻ രക്ഷപ്പെട്ടു. നമ്മളോട് പോകുമ്പോൾ അവൻ പോടെ. മദ്യക്കുപ്പി എഴുതി വെച്ചേക്കുന്ന കറക്റ്റ് കാര്യം കേട്ടോ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. പക്ഷെ എനിക്ക് മനസ്സിലാത്ത അതല്ലടാ, ഈ മദ്യം കുടിക്കാത്ത നിനക്കിതെങ്ങനെ ഹാനികരമായി? ഇങ്ങനെ ഇത് ഞങ്ങളുടെ ചുട്ടുമണിയാണിത്. ഇപ്പൊ പോലെ അവള് പേര് മാറ്റാൻ പോവാണ്. പുതിയ പേര് എന്താണ് ഇടാൻ പോകുന്നത്? സുട്ടുമ്പോ സുട്ടു. ചുട്ടുമോ ചുട്ടു. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഈ ചുട്ടുമോ ചുട്ടിന് ഈ ഗാങ്ങിനെ പറ്റി പറയുന്നതാണ്. നിങ്ങൾക്ക് ഇന്ന് ഇവരുടെ പെർഫോമൻസ് കണ്ടിട്ട് എന്നാ പറയാനുള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്കിറ്റ്. ടോട്ടലി എനിക്ക് ഭയങ്കര വർക്കായി. എന്താ പേര്? സുബീഷ്. സുബീഷിന് what I anticipate is എനിക്ക് തോന്നുന്നു within few years നിങ്ങളെ ഞാൻ സിനിമയിൽ കാണും. ഈ പറഞ്ഞ പോലെ ഈ സാധാരണ വണ്ണമുള്ളവര് ഡാൻസ് കളിക്കാനൊക്കെ ഇത്തിരി മടിക്കലും പരിപാടിയുള്ള, പക്ഷെ എന്തൊരു ഗ്രേസിലാണ് കളിച്ചത്. പണി അറിയാന്ന് തെളിയിച്ചു എന്നുള്ളതാണ്. പണ്ട് നൂലുണ്ട എന്നൊരു കഥാപാത്രം വന്നപ്പോൾ പുള്ളിയെ നമ്മൾ റിസീവ് ചെയ്തൊരു ഇതില്ലേ, ആ ഒരു ക്യൂട്ട്നെസ്, ആ ലവബിലിറ്റി ഒക്കെ ബ്രോയ്ക്കുണ്ട്. യു ആർ ക്യാരിങ് യുവർസെൽഫ് റിയലി വെൽ ഓൺ സ്റ്റേജ്. എല്ലാരും ഞാൻ പറയാം, ഇവൻ പറഞ്ഞ ഇംഗ്ലീഷ് തന്നെ എനിക്കും പറയാം. അപ്പൊ ചേച്ചി, എല്ലാരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന എന്നാത്തിനാ? ബാറ്ററി എത്രത്തോളം ചാർജ് കയറി നമുക്കറിയണം. ഇത്രയും ചിരിച്ച് 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 എന്നായിരിക്കും അവസ്ഥ? നോക്കാല്ലേ? നോക്കാം. ഗൈസ് നോക്കാം. പണമൊഴുകണ കടി പറന്നിറങ്ങണ ചിരി ചിരി പല ചിരി ദൃഢതുണ്ടന താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറങ്ങണ ചിരി ചിരി പല ചിരി ദൃഢതുണ്ടന താളത്തിൽ ഞാൻ ഇനിയാണ് ചൂടോടെ ബാങ്ക് ഓഫ് ബോംബെ ആ 50,000 rupees ക്രെഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അടുത്ത തവണ ലഡു കൊണ്ടുവരണം കേട്ടോ. ഉറപ്പായിട്ട് ലഡു കൊണ്ടുവരണം. അത് നമ്മൾ എപ്പിസോഡിൽ കാണിക്കും നിങ്ങൾ ലഡു ഞങ്ങൾക്ക് തരുന്നത്. സെറ്റ്. സെറ്റ്.